ഹായ് ഗൈസ്, ദിസ് ഇസ് ജിൻജാങ്കോ. സോ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. സോ ലിറ്റിൽ ഹാർട്ട്സ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എബി തെരേസ പോൾ, അതുപോലെ തന്നെ ആൻഡോ ജോസ് പെരേര ആണ്. പിന്നെ എഴുതിയേക്കുന്നത് എബി തെരേസ പോളും ആൻഡോ ജോസും ഉണ്ട്. അതോടൊപ്പം തന്നെ രാജേഷ് പിന്നാടൻ എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. DOP ചെയ്തേക്കുന്നത് ലൂക്ക് ജോസ് ആണ്. മ്യൂസിക് കൈലാസ് മേനോൻ. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തേക്കുന്നത് നൗഫൽ അബ്ദുള്ളയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്ക് നമ്മളെല്ലാം സ്വന്തം സാൻഡ്ര തോമസ് ആണ്. നമ്മുടെ പഴയ ഫ്രൈഡേ ഫിലിംസിൻ്റെ സാൻഡ്ര തോമസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ വിൽസൺ തോമസും ഉണ്ട്. രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈൻ നിഗം, അതുപോലെ തന്നെ ബാബുരാജ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി, മാല പാർവതി, മഹിമ, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു നീണ്ട ഒരുപാട് പേരുള്ള ഒരു കാസ്റ്റാണ് സംഭവം ഈ സിനിമയിൽ വരുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഇപ്പം ഷൈൻ നിഗത്തിൻ്റെ ഒരു റോള് നമുക്ക് പറയാം. ഷൈൻ നിഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു പാത്ത് ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത്. പുള്ളിയുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഷൈൻ നിഗത്തിൻ്റെ ഇതുവരെ നമ്മൾ കണ്ടുവന്ന പടങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റോള് തന്നെയാണ് ഷൈൻ നിഗം ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു ചെറിയ നാട്ടുമ്പുറം പോലുള്ള പ്രദേശത്തുള്ള ഒരു സാധാരണ ആൾക്കാർ, ഒരു ഇടുക്കി പ്രദേശത്തുള്ള ഒരു സംഭവം, ഒരു അപ്പനും മോനുമായിട്ടാണ് ബാബുരാജും അതുപോലെ തന്നെ ഷൈൻ നിഗവും ചെയ്തേക്കുന്നത്. നന്നായിട്ട് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു നാടൻ വൈബും നാടൻ ഫീലും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പം പടം തുടങ്ങിയപ്പം കുറച്ച് ഫസ്റ്റ് ഒരു സംഭവം കുറച്ച് നമ്മൾ ഇതെല്ലാം അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന് പടം ഒരു കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു. പക്ഷേ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ സംഭവം ഇങ്ങനെ പടം ഇങ്ങനെ നീങ്ങി പോവായിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് പടം എനിക്ക് ഹുക്ക്ഡായത്. ആക്ച്വലി അതിനകത്ത് തൊട്ട് മുമ്പ് ഹുക്കായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു എൻട്രിയുടെ കൂടെയാണ് ആക്ച്വലി എനിക്കത് പടം ഒരു ഹുക്കായി വന്നിട്ടുള്ളത്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലവ് സ്റ്റോറി, അതായത് മഹിമയും അതുപോലെ തന്നെ ഷൈൻ നിഗത്തിനും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി ആയിരിക്കും എന്നുള്ള കേസിലാണ് എനിക്കൊരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. ലവ് സ്റ്റോറി, സ്ഥിരം ലവ് സ്റ്റോറി പോയി കാണാനൊരു മടി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റെസ്പോൺസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ച് കണ്ടു. സംഭവം കണ്ടപ്പോൾ മനസ്സിലായി ഇത് ജസ്റ്റ് ഒരു അവരുടെ ഷൈൻ നിഗം അതുപോലെ തന്നെ മഹിമ നമ്പ്യാറിൻ്റെ ഒരു ഇതല്ല, ഒരു ലവ് സ്റ്റോറി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബാബുരാജാണ്. ബാബുരാജിൻ്റെ റോളാണ്. ബാബുരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നമ്മളിപ്പം പുള്ളി പണ്ടൊരു വില്ലനായിട്ടായിരുന്നു വന്നത്. പിന്നെ വന്നതൊരു നമ്മളെ സാൾട്ട് പേപ്പറിലൂടെ പുള്ളിയുടെ വേറൊരു കൊമേഡിയൻ സെറ്റപ്പിലേക്ക് വന്നു. പിന്നെ കുറച്ച് കാലം അദ്ദേഹം ആ ഒരു രീതിയിൽ പിടിച്ചു നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഒരു അപാര ആക്ടറാണ്. പുള്ളിയുടെ കുംഭസാരം എന്ന് പറഞ്ഞ പടമൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് പോയിട്ടുണ്ട്, പുള്ളിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കേസ്. പക്ഷേ അതിനുശേഷം പുള്ളിയെ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് വേറെ പടങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പുള്ളി ഇതിനകത്ത് നല്ല വേറൊരു രീതിയിലേക്ക് പുള്ളി കയറി വന്നിട്ട്, അതായത് പുള്ളി ഒരു ടൈമിൽ വില്ലനായിരുന്നു, പിന്നെ ഒരു കൊമേഡിയൻ, പിന്നെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന നല്ലൊരു ആക്ടറായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പുള്ളി ആക്ച്വലി ആണ്. പക്ഷേ പുള്ളിക്ക് നല്ലൊരു അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുള്ളിക്കിപ്പം ഒരു സാധനം വന്നിട്ടുണ്ട്. ഒന്നിനും ഇപ്പം ബാബുരാജ് ഇതിൽ ഇങ്ങനത്തെ റോളുകൾ നല്ല റോളുകൾ ചെയ്ത് ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും. പുള്ളി നല്ല രസമായിരുന്നു. പിന്നെ ഈ ഷൈൻ നിഗം അതുപോലെ തന്നെ ബാബുരാജും നമ്മുടെ അച്ഛൻ മോൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ആ റിലേഷൻഷിപ്പ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിനകത്തുള്ള മെയിൻ ബോണ്ടിങ്, അതിനകത്തുള്ള ഒരുപാട് ബോണ്ടിങ്സ് ഉണ്ട് ആ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയൊരു ബോണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈൻ നിഗവും അതുപോലെ തന്നെ ബാബുരാജും തമ്മിലുള്ള ഒരു അച്ഛനും മോനുള്ള ബോണ്ടിങ് ആണ്. സോ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണുകയാണെങ്കിൽ വേർത്ത് തന്നെയാണ് പടം. നല്ലൊരു ഫാമിലി മൂവിയാണ്, നല്ല രീതിയിൽ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ സീസണിൽ ഇറങ്ങിയത് നല്ലൊരു പടം തന്നെയാണ്. സോ ഇനി സ്പോയിലർ ഉണ്ട്, കുറച്ച് സ്പോയിലർ പറയാണ്. സ്പോയിലർ അലർട്ട് ഉണ്ട്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ, പോയി തിയേറ്ററിൽ പോയി കാണാം. സോ അല്ലാത്തവർ സ്പോയിലർ കാണാൻ താല്പര്യമുള്ളവർ കാണാം. ഈ പടത്തിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അതല്ല, പക്ഷേ പല ടൈപ്പുള്ള റിലേഷൻഷിപ്സും ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് ഒരു അഡൾട്ട് മാരേജ്, അതായത് പ്രായം ചെന്നിട്ട് രണ്ടാമത് മാരേജ് ചെയ്യുന്ന സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോ ഒരു ഹോമോസെക്ഷലായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇവരെല്ലാം ബേസിക്കലി ഒരു ഇടുക്കിക്കാരായിട്ടുള്ള പാവ നാട്ടിൻപുറത്തുകാരാണ്. ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാവ നാട്ടിൻപുറത്തുകാരാണ് ആക്ച്വലി ഇവർ. അപ്പം അവരിലേക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ വേറൊരു ലേറ്റ് മാരേജ്, അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വേറെ, ഇപ്പം ബാബുരാജിൻ്റെ വൈഫ് മരിച്ചു പോയതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്ന, ചെറുപ്പം കാലം തൊട്ടേ ടീനേജ് തൊട്ട് തന്നെ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു പുള്ളിക്കാരിയുണ്ട്. ആളുടെ ഹസ്ബൻഡ്
നോക്കാതെ ഇട്ടിട്ട് പോയതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഈ പടത്തിൽ. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് പലതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ്, ഒരു ഫാമിലി സിനിമയിലൂടെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിലൂടെ നമുക്കൊരു നല്ല രീതിയിലൊരു അവയർനെസ് തരുന്നുണ്ട് ഈ പടത്തിലൂടെ. അപ്പോൾ എനിക്കിപ്പം പറയാനുള്ളപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹോമോസെക്ഷാലിറ്റി കേസിലേക്കാണെങ്കിൽ ഇപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് 2 തരത്തിലുള്ള ആൾക്കാരോട് 2 രീതിയിലാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സാധാരണ നമ്മളിപ്പോൾ ഇതിനോടൊന്നും എക്സ്പോസ്ഡ് ആവാതെ നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ആക്ച്വലി ഇതെല്ലാം ഒരു ബയോളജിക്കൽ സംഭവമാണ്, ഇതെല്ലാം നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും അത് റിയാലിറ്റിയാണ്. അത് അവരുടെ തെറ്റല്ല, അവരിതാവുന്നില്ല, പക്ഷെ അവർക്ക് ബയോളജിക്കലി വന്നു പോകുന്ന കാര്യങ്ങളാണ്. സോ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാതെ, കാരണം ഇത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതൊരു പണ്ട് കാലങ്ങളിലൊക്കെ അതിനൊരു രോഗമായിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേര് സൂയിസൈഡിലോട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മളുടെ ഇപ്പം ഫാമിലിയിലോ നമുക്കിപ്പോൾ ആരെയും നമുക്ക് അറിയുന്നവരാണ് ഇങ്ങനെയുള്ളവരെ ഉണ്ടെങ്കിൽ, സോ അവരെ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്തിട്ട് അവർക്കൊരു അസുഖം എന്ന രീതിയിലൊന്നും ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അവരും നമ്മളോടൊപ്പമുള്ള ആൾക്കാരാണ്, അവർ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു, നമ്മളിപ്പം ഒരാൾക്ക് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തോന്നുന്ന പോലെ തന്നെ ഒരു പുരുഷനോടും ഒരു സ്ത്രീക്ക് സ്ത്രീയോടും തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പ് സംഭവമുണ്ട്. സോ അത് ആക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം കൺവെൻഷനിൽ വന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. സോ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെയാണ്. പക്ഷേ ഈ ആക്സെപ്റ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കുന്ന ആൾക്കാരുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാത്തവരെ ഭയങ്കരമായിട്ട് ക്രൂശിച്ചിട്ട് അവരെല്ലാം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഈ ഒരു കാലം മുമ്പ് ഒരു ടൈം പീരീഡ് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മളും ആ ഒരു ഇതിലേക്കായിരുന്നല്ലോ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തവരും ആക്സെപ്റ്റ് ചെയ്യാതെ അതിനായിട്ട് അഡമൻ്റായിട്ട് നമ്മുടെ ഒരു ചെറുപ്പകാലത്തിൽ, നമ്മളുടെ ഒരു മുൻപുള്ള കാലഘട്ടത്തിലെല്ലാം നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്നൊരു ടൈപ്പായിരുന്നല്ലോ. പക്ഷെ അതിലെല്ലാം മാറി നമ്മളും അത് കുറച്ച് ടൈം എടുത്തിട്ടല്ലേ. അതുപോലെ ആൾക്കാർക്ക് ടൈം കൊടുക്കാതെ അവരെ ക്രൂശിച്ചിട്ട് അവർ ഒരിക്കലും നന്നാവില്ല. ഞാൻ പറഞ്ഞപ്പോൾ സാധാരണത്തെ ഒരു നാട്ടിൻപുറത്ത് വരെ, ഇപ്പോൾ ഒരു ഇടുക്കിക്കാരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഉൾഗ്രാമങ്ങളിലുള്ള ആൾക്കാരായിരിക്കും, അധികം എക്സ്പോഷറൊന്നും കിട്ടാത്തവരായിരിക്കും. അവർക്ക് നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക, ആ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് ടൈം കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൺവെൻഷനിൽ ചെറുപ്പം മുതലേ കണ്ടുവന്നുള്ള കാര്യങ്ങളെല്ലാം ഇതൊന്നും. അപ്പോൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെയാണ് ചേഞ്ചസ്, ഇങ്ങനെയാണ് ആക്ച്വാലിറ്റി, അതിനൊരു സമയം കൊടുക്കുക, അതിന് പകരം അവർ ക്രൂശിക്കാതിരിക്കുക. സോ ഈ പടത്തിൽ ആക്ച്വലി ഇതെല്ലാം നമുക്കൊരു മെസ്സേജ് പോലെയാണ് തന്നെ, ഒരു ഫൺ മോഡിൽ നമുക്ക് തന്നിട്ട് ഇതൊരു മൊത്തത്തിലൊരു മെസ്സേജ് പോലെയാണ് നമുക്ക് ഈ സിനിമയിൽ ഇതാകുന്നത്. നല്ലൊരു ഇൻഫോർമേറ്റീവായിട്ട് അതുപോലത്തെ നല്ലൊരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു പടം തന്നെയാണ് ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത്. ഒരുപാട് കൊച്ചു ഹൃദയങ്ങളുടെ ഒരു പടമാണ്. പല ഹൃദയങ്ങൾ, പലരെയും പ്രേമിക്കുന്ന, പലരെയും ഇഷ്ടപ്പെടുന്ന പല റിലേഷൻസിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ലിറ്റിൽ ഹാർട്സ് എന്നുള്ള പേര് ആപ്റ്റ് തന്നെയാണ്. ഞാൻ ഒരു ഗംഭീര പടം, ഭയങ്കരമായിട്ട് നല്ല, പക്ഷെ നമുക്ക് രസകരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്കിപ്പോൾ കൺസീവ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദഹിച്ചെടുക്കാൻ പറ്റുന്ന ദഹിപ്പിച്ച് നമുക്കിപ്പം ആൾക്കാരിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്സിനൊക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട അതാണ് എന്നുള്ള കാരണം നമുക്ക് അവതരിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും. സോ പറ്റുന്ന എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ പോയി കാണാം, ഫാമിലി ആയിട്ട് കാണാം, പടം വിജയിപ്പിക്കുക. നല്ല പടമാണ്. ഇങ്ങനത്തെ സോഷ്യൽ റെലവൻസുള്ള പടങ്ങളൊക്കെ വരണം. ഇങ്ങനത്തെ പടങ്ങൾക്ക് വിജയിച്ചാൽ നമുക്ക് ഇനിയും ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുള്ളൂ. സോ പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് വിത്ത് ഫാമിലി, വിത്ത് ഫ്രണ്ട്സ്. സോ ദിസ് ഇസ് ജിൻ ജാങ്കോ. താങ്ക് യു.